ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമിലി ഡിക്കിൻസൺ എഴുതിയ ഡെത്ത് സെറ്റ്സ് എ തിങ് സിഗ്നിഫിക്കൻറ്റ് എന്ന പോമാണ്. ഓക്കെ, നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കാം. ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത് ഡെത്ത് സെറ്റ്സ് എ തിങ് സിഗ്നിഫിക്കൻറ്റ് എന്ന് തുടങ്ങിയിട്ടാണ്. അത് ഡെത്ത് നമുക്ക് ഒരു ന്യൂ ഇമ്പോർട്ടൻസ് ഓർ മീനിങ് ടു സംതിങ് ദാറ്റ് വൺസ് സീംഡ് ഓർഡിനറി. അതൊരു വ്യക്തി മരിക്കുന്നത് വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വസ്തു, ആ തിങ് എന്ന് പറയുന്നത് എന്തും ആവാം. ചിലപ്പോൾ ഒരു ഗ്ലൗ ആവാം, ഒരു ലെറ്റർ ആവാം, ഒരു പീസ് ഓഫ് ഫർണിച്ചർ ആവാം, എന്തും ആകാം. അതുവരെ നോർമലായിട്ടുണ്ടായിരുന്ന ഒരു സാധനം പിന്നീട് ആ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം നമ്മൾ എന്തോ ഒരു വലിയൊരു കാര്യമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഇമ്പോർട്ടൻസ് വരികയാണ് ചെയ്യുന്നത്. അതായത് ആ വ്യക്തിയുടെ ആബ്സെൻസിൽ. ദ ഐ ഹാഡ് ഹറിഡ് ബൈ എക്സെപ്റ്റ് എ പെറിഷ്ഡ് ക്രിയേച്ചേഴ്സ് ഐസ്. ദ ഐസ് ഹാഡ് ഹറിഡ് ബൈ എക്സെപ്റ്റ് എ പെറിഷ്ഡ് ക്രിയേച്ചേഴ്സ് ഐ. അതായത് നമ്മുടെ കണ്ണിൽ അത് ഇത്ര നാളും ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം ആയിരുന്നില്ല. വെൻ ദ പേഴ്സൺ വാസ് അലൈവ് നമ്മൾ ഒരിക്കലും അതിനൊരു നോട്ടീസ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നൗ ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം അതിനൊരു ഡിമാൻഡ് വരികയാണ്, ഒരു അറ്റൻഷൻ വരികയാണ് ചെയ്തത്. അത് ആ വ്യക്തിക്ക് പകരം ആവില്ലെങ്കിൽ കൂടി നമ്മൾ ആ വ്യക്തിക്ക് പകരമായിട്ട് കാണുന്നത് അത്തരം ചില വസ്തുക്കളായിരിക്കാം. എക്സെപ്റ്റ് എ പെരിഷ്ഡ് ക്രിയേച്ചേഴ്സ് ഐസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡിസീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മരിച്ച വ്യക്തിക്ക് അത് ചിലപ്പോൾ വലിയൊരു കാര്യമായിരിക്കാം ആ മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കാര്യമായിരുന്നില്ല. നമുക്ക് ഒരു തരത്തിലുള്ള വാല്യൂ നമ്മൾ നോട്ടീസ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹിംസെൽഫ് ഹാഡ് ലിവ്ഡ് ആൻഡ് ഡൈഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മരിച്ച വ്യക്തിക്ക് അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പേഴ്സൺ ഹി ലിവ്ഡ് ആൻഡ് ഡൈഡ്. ഇറ്റ് സൗണ്ട് കോൾഡ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് ആയിരുന്നില്ല. ബട്ട് നോട്ട് ദ ഗ്രീഫ് ദാറ്റ് നെസൽ ക്ലോസ്. ഇപ്പോൾ ആ പേഴ്സൺ വിട്ടു പോയിട്ടാണുള്ളത്, വിട്ടില്ല, നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ആ ഗ്രീഫ് ഇപ്പോഴും ഉണ്ട്. ഇൻറ്റിമേറ്റ് ലൈക്ക് എ കമ്പാനിയൻ. അസ് ഡിഡ് ദ ഗ്രേസ് ബിഫോർ ഡെത്ത്. മരണത്തിന് മുന്നേ ആ മരിച്ച വ്യക്തി ഒരു ഗ്രേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗ്രേസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ്നെസ് ആയിരിക്കാം, ഒരു ബ്യൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പീസ് ആയിരിക്കാം. ഇപ്പോൾ ആ ബ്യൂട്ടി, ആ കൈൻഡ്നെസ്, ഗ്രീഫ്, ദുഃഖം ടേക്ക് പ്ലേസ് ചെയ്തിട്ടാണുള്ളത്. അതായത് ആ ബ്യൂട്ടിക്ക് പകരം, ആ കൈൻഡ്നെസ്സിന് പകരം ഇപ്പം ദുഃഖമാണ് എവിടെയുള്ളത്. ഇറ്റ്സ് സ്റ്റിൽനെസ് ഈസ് ദ സ്റ്റില്ലർ. ഇപ്പം നമ്മുടെ ആ ഒബ്ജക്റ്റ് ഇല്ലേ, നമ്മൾ ആ മരിച്ച വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ഒബ്ജക്റ്റ്, അത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, മൂവ് ചെയ്യാതെ അൺമൂവിങ് ആയിട്ട് നിൽക്കുകയാണ്. അത് തന്നെ ചിലപ്പോൾ നമുക്ക് ഡെത്ത് ആയിട്ട് എടുക്കാം. ഗ്രേറ്റസ്റ്റ് സ്റ്റിൽനെസ് ഓഫ് ഡെത്ത്. ഓക്കെ, ഇവിടെ ആ സ്റ്റില്ലർ എന്ന ആ ഫ്രേസ് ഡെത്തായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. പേഴ്സോണിഫൈഡ് ആസ് ദ വൺ ഹു സൈലൻസ് ഓർ സ്റ്റിൽസ് ഓഫ് ദ ആംബ്ലർ ഡെഡ്. ആംബ്ലർ എന്ന് പറയുന്നത് ബിഗ്ഗർ അല്ലെങ്കിൽ ഡീപ്പർ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അതായത് ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഗ്രേറ്റർ കമ്മ്യൂണിറ്റി ഓഫ് ഡെഡ് ആണ്. അതായത് ഐഡിയ ഇത്രയേ ഉള്ളൂ. എവറി ഒബ്ജക്ട് ബിക്കംസ് എ റിയലിസ്റ്റിക് ഓഫ് ഗ്രോയിങ് വാസ്റ്റ് ആബ്സെൻസ്. ദിസ് ഈസ് ദ സെക്കൻഡ് ഡെത്ത്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണത്. 2 ഡെത്ത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആദ്യത്തെ ഡെത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്താണ്. ഒരു വ്യക്തി മരിക്കുന്നു, അപ്പോൾ ഉണ്ടാകുന്ന ഡെത്ത്. സെക്കൻഡ് ഡെത്ത് എന്ന് പറയുന്നത് മെമ്മറി ഫെയ്ഡ് ആവുന്ന ഡെത്താണ്. ആദ്യം ഒരു വ്യക്തി മരിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകുന്നു, അയാളെ ഇപ്പോൾ ഓർമ്മിക്കുന്നു, ഇതാകുന്നു, അയാളുടെ ആബ്സെൻസിനെ, അയാളുടെ ഒബ്ജക്റ്റിനൊക്കെ കാണുന്നു. എന്നാൽ പിന്നീട് നമുക്ക് അതൊക്കെ നോർമലായിട്ട് വരുന്നൊരു അവസ്ഥയുണ്ട്. വെൻ മെമ്മറി ഫെയ്ഡ്സ്, വെൻ പീപ്പിൾ സ്റ്റോപ്പ് സ്പീക്കിംഗ് ഓഫ് ദ പേഴ്സൺ. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഡെത്തില്ലേ, ആൻഡ് ദ ഫസ്റ്റ് ഡസ് നോട്ട് കമ്പയർ. മീൻസ് ദാറ്റ് ആദ്യത്തെ ഡെത്തിനേക്കാളും കൂടുതൽ തീവ്രമാണ് രണ്ടാമത്തെ ഡെത്ത് എന്ന് പറയുന്നത്. പെയിൻഫുൾ ആണ് രണ്ടാമത്തെ ഡെത്ത് എന്ന് പറയുന്നത്. അതായത് ഒരാളെ മറക്കുക എന്ന് പറയുന്നത്, ബീയിങ് ഫൊർഗോട്ടൺ എന്ന് പറയുന്നതാണ് ഡീപ്പർ ലോസ് ദാൻ ഡൈ. മരണത്തെക്കാളും കൂടിയൊരു ഭാവം ഉണ്ടെങ്കിൽ, ഒരു മുഖമുണ്ടെങ്കിൽ, അതൊരാളെ മറക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു ലൈനോട് കൂടിയാണ് ഇപ്പോൾ എൻഡ് ചെയ്യുന്നത്. നമ്മൾ തീം ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ മെമ്മറി എന്നുള്ള കാര്യം വരുന്നുണ്ട്. അതൊരു ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു റിലേഷൻഷിപ്പിലെ, ഒരു മെറ്റീരിയൽ വേൾഡിൽ ഒരു ചേഞ്ച് ആക്കി മാറ്റുന്നു.
പിന്നെ സെക്കൻഡ് ഡെത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഒരു വ്യക്തി ഫിസിക്കലി മരിക്കുമ്പോഴും ആ വ്യക്തി മരിച്ചതിന് ശേഷം നമ്മൾ ആ വ്യക്തിയെ ഓർക്കുന്നില്ല എന്ന് പറയുന്നൊരു മൊമെന്റ്. നമ്മൾ അയാളെ മറന്നു കളയുന്നു എന്നൊരു മൊമെന്റ് വരുമ്പോൾ അതാണ് യഥാർത്ഥ മരണം അല്ലെങ്കിൽ സെക്കൻഡ് ഡെത്ത്. ഫസ്റ്റ് ഡെത്തിനേക്കാളും ഡീപ്പർ ആയിട്ടുള്ള മീനിങ് ആണ് സെക്കൻഡ് ഡെത്തിന് എന്നാണ് പോയറ്റ് പറയുന്നത്, അല്ലെങ്കിൽ സ്പീക്കർ പറയുന്നത്. എല്ലാത്തിലും ഉപരി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്പീക്കർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ പോയം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ലൈക്ക് ഹൗ ഡു വി റിമെമ്പർ ദ ഡെഡ്? ഒരു വ്യക്തി മരിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഓർമ്മിക്കുന്നത്? ചിലപ്പോൾ വസ്തുക്കളിലൂടെ ആവാം, അല്ലെങ്കിൽ അവർ ചെയ്ത ചില കാര്യങ്ങളിലൂടെ ആകാം. അതുപോലെ തന്നെ നമ്മൾ ഓർഡിനറി ആയിട്ട് കണ്ട കാര്യങ്ങൾ പിന്നീട് എങ്ങനെയാണ് സേക്രഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുണ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്? പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മരണമാണോ അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിയെ മറക്കുക എന്നുള്ള കാര്യമാണോ ഏറ്റവും തീവ്രമായിട്ടുള്ളൊരു അവസ്ഥ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് സീ ദാൻ ദ വീഡിയോ.